മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണം ഒരു യാത്രയാണ്. ദൈവത്തോട് ഒത്തുള്ള യാത്ര, ദൈവാനുഭവത്തിൻ്റെ യാത്ര. ഈ യാത്രയിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ ദിശാബോധത്തോടെ നയിച്ചവരാണ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാന്മാർ, KST ചെയർമാന്മാർ. ഇവരെ പരിചയപ്പെടുകയും ഇവരുടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ തൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള തൻ്റെ രംഗപ്രവേശനത്തെ നമ്മളുമായി പങ്കുവയ്ക്കാനും നമ്മളോടൊപ്പം ആയിരിക്കുന്നത് 2004 മുതൽ 2007 വരെ KSTയുടെ ചെയർമാനായി സേവനം ചെയ്ത, ഇപ്പോൾ ഇടുക്കി രൂപതയിലെ ചുരുളി സെൻറ് തോമസ് ഫൊറോന പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് നരുതൂക്കൽ അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ക്രിസ്തുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നും സജീവമായി തിരുസഭയിൽ വ്യാപരിക്കുന്നു. അതെ, സഭ അതിനാൽ തന്നെ കരിസ്മാറ്റിക്കാവുന്നു. വിശുദ്ധവും പരിപാവനവുമായ തിരുസഭയെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് നവീകരണ കൊടുങ്കാറ്റ് ആഗോള സഭയിൽ വീശിയിരിക്കുന്നു. ഈ കൊടുങ്കാറ്റിൽ ഉണർന്നെഴുന്നേറ്റ വിശ്വാസധീരന്മാർ ഒരു സമൂഹമാക്കപ്പെട്ടു, നവീകരണ സമൂഹം. കേരള നവീകരണ സമൂഹത്തെ KSTയുടെ തണലിൽ നെഞ്ചോട് ചേർത്ത് ചൂട് നൽകിയ ഇടയന്മാർ നിരവധിയാണ്. ഇത് 2004-2007 കാലഘട്ടത്തിൽ KSTയെ കരം പിടിച്ചു നയിച്ച ഫാദർ ജോസ് നരുതൂക്കൽ ഇന്നും നവീകരണ സമൂഹത്തിനെ ചേർത്തു പിടിച്ച് സ്നേഹത്താൽ പൊതിയുന്ന നരുതൂക്കൽ അച്ഛൻ തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷാ ജീവിതത്തിൽ ഈശോ നയിക്കുന്ന വീഥികളെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. കരിസ്മാറ്റിക് നവീകരണത്തെ കേരളത്തിൽ നയിച്ച ആളാണ് ബഹുമാനപ്പെട്ട ജോസ് നരുതൂക്കൽ അച്ഛൻ. അച്ഛൻ്റെ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളും അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും ഒക്കെ ശാലോം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന ഈ പരിപാടിയിലേക്ക് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ 2004 കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അച്ഛൻ ജോസ് നരുതൂക്കൽ അച്ഛൻ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പക്ഷേ അച്ഛൻ്റെ വ്യക്തിപരമായിട്ട് അച്ഛൻ്റെ സ്വദേശം, അതുപോലെ അച്ഛൻ്റെ വിദ്യാഭ്യാസം, സെമിനാരി ജീവിതം, ഇവയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഇടുക്കി രൂപതയിലെ പനംകൂട്ടി ഇടവകയിൽ ജനിച്ച ആളാണ്. നരുതൂക്കൽ മത്തായിച്ചേട്ടൻ്റെയും അന്നമ്മച്ചേട്ടത്തിയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ബാല്യകാല ജീവിതം പനംകൂട്ടി തന്നെ. തുടർന്ന് നമ്മുടെ സ്കൂൾ പഠനം പനംകൂട്ടി സെൻറ്റ് ജോസഫ് UP സ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ പാറത്തോടിന് പോയി. സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. 10ാം ക്ലാസ് പാസ്സായി. തുടർന്ന് കോതമംഗലം, അന്ന് അവിഭക്ത കോതമംഗലം രൂപതയായിരുന്നു, അവിടെ മൈനർ ചേർന്നു. അതിനുശേഷം 3 വർഷം അവിടെ കഴിഞ്ഞു. കോട്ടയത്ത് വടവാതൂർ സെമിനാരിലാണ് മേജർ സെമിനാരി പഠനം നടത്തിയത്. അച്ഛന് ചെറുപ്പം മുതലേ വൈദികനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഹൈസ്കൂൾ മുതൽ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. 10ാം ക്ലാസ് പാസ്സായപ്പോൾ അതങ്ങ് ഉറപ്പിച്ചു. അച്ഛന്മാരുടെ, മുൻകാല വികാരിച്ചന്മാരുടെ പ്രോത്സാഹനവും എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രോത്സാഹനവും ഒക്കെ അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. വടവാതൂർ സെമിനാരി ചേർന്നു. 1988 ഡിസംബർ 27-ാം തീയതിയാണ് അഭിവന്യ മാർ ജോർജ് പൊന്നുകോട്ടിൽ പിതാവിൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി ഞാൻ വൈദികനായത്. അച്ഛൻ വൈദികനായി 1988 അച്ഛൻ വൈദികനായി. അച്ഛൻ്റെ അന്നത്തെ ഒരു സ്വപ്നം എന്തായിരിക്കും? വൈദികനായിട്ട് അച്ഛൻ രംഗപ്രവേശനം ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നം കാണുമല്ലോ. എന്തായിരിക്കും അച്ഛൻ്റെ ആ ഒരു സ്വപ്നം? അന്നൊരു കരിസ്മാറ്റിക് സ്റ്റൈൽ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, തീക്ഷ്ണതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ഒരു കംപ്ലീറ്റായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല വൈദികനായിട്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ഉപകാരമാകുന്ന ഒരു ജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വലിയ വിഷനൊന്നും എനിക്കുണ്ടായിരുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കുക, അതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് അച്ഛൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കുക എന്ന അച്ഛൻ്റെ ആ ഒരു സ്വപ്നം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആപ്തവാക്യം, തീർച്ചയായിട്ടും ഇന്നും അച്ഛനത് നിറവേറ്റുന്നുണ്ട് എന്നാണ് അച്ഛനുമായിട്ട് ഇടപഴകുമ്പോൾ ധാരാളം ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഞാനത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണവുമായിട്ട്, അല്ലെ സാധാരണ നമ്മൾ പറയുന്ന വാക്കെങ്ങനെയാണല്ലോ, ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ കരിസ്മാറ്റിക്കായി.
അച്ഛൻ അച്ഛൻ്റെ വൈദിക ജീവിതത്തിനിടയിൽ അച്ഛനൊരു കരിസ്മാറ്റിക് വൈദികനായി. ആ ഓർമ്മകൾ അച്ഛനൊന്ന് പറയാമോ? ഞാനൊരു കരിസ്മാറ്റിക് ശൈലിയിലേക്ക് വന്നത് ഒരു പ്രത്യേക ധ്യാനം കൂടിയോ അല്ലെങ്കിൽ ഒരു മാനസാന്തരം വന്നതിൻ്റെ ഫലമായിട്ടല്ല. അകലെ നിന്നും അടുത്തു നിന്നും കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളെ ഏറെ നാൾ ഞാൻ നോക്കിക്കണ്ടു. ഞാൻ വിലമതിച്ചു. ഒരുപാട് പേരുടെ കമ്മിറ്റ്മെൻറ്റും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും തീക്ഷ്ണതയൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ഞാൻ സാവധാനത്തിൽ ഒരു 10-20 വർഷങ്ങൾക്കപ്പുറത്ത് കരിസ്മാറ്റിക് ശൈലിയിലേക്ക് ഞാൻ വന്നത് ഒരു 20 വർഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ കരിസ്മാറ്റിക് അതൊക്കെ വന്നതിന് ശേഷം എനിക്ക് കരിസ്മാറ്റിക്കിനെ സ്നേഹിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഞാൻ ആ ശൈലി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സ്നേഹം എനിക്ക് കുറഞ്ഞു പോയിട്ടില്ല സത്യത്തിൽ. അച്ഛൻ 2004 അതിനു മുമ്പ് അച്ഛൻ ഇടുക്കി രൂപതയുടെ കോതമംഗലം രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടറായിരുന്നു. അതെ. കോതമംഗലം രൂപതയിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളെ അച്ഛൻ നല്ല ഒരു തലത്തിലേക്ക് നയിക്കാനായിട്ട് അച്ഛനെ ദൈവം ഉപയോഗിച്ചു. 2004 അച്ഛൻ KSTയുടെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനാകുന്നത്. അച്ഛൻ ആ ഓർമ്മകൾ, ഒരു KST ചെയർമാനായപ്പോഴുള്ള അച്ഛൻ്റെ ചില ഓർമ്മകളും അനുഭവങ്ങളും. ഒരുപക്ഷെ ചെയർമാൻ ആകുമെന്ന് കരുതിക്കൊണ്ടല്ല ഞാനന്ന് KST കേസിൽ പങ്കെടുത്തത് തന്നെ. ഒരുപക്ഷെ ഞാനോ എൻ്റെ രൂപതയോ മറ്റ് അന്ന് അവിടെ വന്ന് ആരും തന്നെ അത് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇലക്ഷൻ നടക്കുന്നു. അവസാനം അഭിനന്ദിയ ചക്കത്ത് പിതാവ് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് കയറി ചെല്ലുമ്പോഴാണ് പറയുന്നത് ഞാനാണ് പുതിയ ചെയർമാൻ. എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു അവസ്ഥയായിരുന്നു അത്. എന്ത് ചെയ്യും? എനിക്ക് മുമ്പേ കടന്നുപോയ പ്രഗത്ഭരായ ചെയർമാനച്ചന്മാരുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നു. അവരെ പിന്നാലെ എനിക്ക് പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് ദുഷ്കരമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി, ദൈവത്തെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് എപ്രകാരം എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുമോ അതിനുവേണ്ടി രാവും പകൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുകയായിരുന്നു. അച്ഛൻ പറഞ്ഞല്ലോ അച്ഛനെ ഭാരപ്പെടുത്തി എന്ന്. കേരളത്തിലെ ചെയർമാൻ എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അച്ഛനെ ഭാരപ്പെടുത്തി. തീർച്ചയായിട്ടും. പക്ഷേ അച്ഛന് അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛനെ പ്രേരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു ഘടകമുണ്ട്. അച്ഛൻ്റെ ഒരു 3 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ അകലെ നിന്നും അടുത്തു നിന്നും നോക്കി കാണുമ്പോൾ അച്ഛൻ ഒട്ടും ഭാരപ്പെട്ടോ അല്ലെങ്കിൽ അച്ഛൻ വിഷമിച്ചോ ഒന്നുമല്ല കൊണ്ടുപോയി. നല്ല സ്വാതന്ത്ര്യത്തോടെ നന്നായി ആ 3 വർഷം കൊണ്ടുപോയാളാണ് അച്ഛൻ. എന്തായിരിക്കും അച്ഛൻ ഈ വലിയ ഉത്തരവാദിത്വത്തെ, കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തെ വ്യാപകമാക്കാൻ അച്ഛൻ വളരെ കഠിനാധ്വാനം ചെയ്തു. അച്ഛന് നല്ലൊരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്കൊക്കെ അച്ഛനിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും അച്ഛനെ നയിച്ച കാര്യം? എന്തായിരിക്കും ഈ ഉത്തരവാദിത്വത്തിൽ മുമ്പോട്ട് പോകാൻ? ഞാൻ ചിന്തിച്ചു, കരിസ്മാറ്റിക് എന്ന് പറയുന്നത് കുറച്ച് പേരുടെ മാത്രം ഒരു പ്രാർത്ഥനാ ശൈലിയല്ല, ഇടവകയുടെ ഒരു സമ്പത്തായി മാറണം. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ് വന്നത്. ഈ കേരളത്തിലെ എല്ലാ ഇടവകളിലും ശക്തമായ കരിസ്മാറ്റിക് ശൈലിയുള്ള ആളുകൾ ഉണ്ടാകണം. അതിലിടവയ്ക്കും സഭയ്ക്കും ഒരു വലിയ അംഗീകാരമാകും, അനുഗ്രഹമായി തീർന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പരമാവധി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വഴിയും മിനിസ്ട്രികൾ വഴിയും സോണൽ സബ് സോണൽ സംവിധാനത്തിലൂടെയൊക്കെ നമ്മുടെ കേരള സഭ കുറച്ചുകൂടി കരിസ്മാറ്റിക് ശൈലിയിൽ വളർന്നു വരണം ഞാൻ അത്യധികമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചതും ഞാൻ ശ്രമിച്ചതും. എത്രമാത്രം അത് ഫലവത്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തികഞ്ഞ കരിസ്മാറ്റിക് ശൈലിയിൽ ഈ സുവിശേഷ മുന്നേറ്റത്തെ നയിക്കുവാൻ നരുതൂക്കിൽ അച്ഛൻ ഏറെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനും ആ സ്വരത്തിനൊത്ത് സഞ്ചരിക്കുവാനും അച്ഛൻ ഏറെ പരിശ്രമിച്ചു. KST എന്ന ആത്മീയ മുന്നേറ്റം ആത്മാക്കളെ നേടുന്നവരുടെ കൂട്ടായ്മയാകയാൽ ഈ ശുശ്രൂഷയുടെ ഗൗരവം ആത്മാവിൻ്റെ നിത്യരക്ഷ എന്നതാണെന്ന ബോധ്യം ആഴത്തിൽ അച്ഛൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അച്ഛൻ്റെ ചില പ്രാർത്ഥനാനുഭവങ്ങളെങ്കിലും ഇപ്പം നമ്മൾ പറയുമല്ലോ, എന്നെ കർത്താവ് തോന്നിപ്പിച്ചു, അല്ലെ എന്നെ കർത്താവ് നയിച്ചു, അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചു, അപ്പോൾ കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ കിട്ടിയ ചില ബലങ്ങളാണ് അച്ഛനെ മുന്നോട്ട് നയിച്ചത്. അച്ഛൻ്റെ ചില പ്രാർത്ഥനാ അനുഭവങ്ങളെങ്കിലും ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെന്ന് എനിക്ക് പറയാനാവില്ല. ബട്ട് എന്നെ സ്വാധീനിക്കുന്ന ഒരു വചനമുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-7 വചനങ്ങൾ. ദൈവത്തിന് ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ ആയിരിക്കുക, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിങ്ങളുടെ ശ്രദ്ധാലുവാകുന്നു. എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ വചനമാണ്. പ്രത്യേകിച്ച് സംവിധാനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോഴും
എൻ്റെ ആവശ്യം എവിടെയൊക്കെ വരുന്നു അവിടേക്ക് ഓടിയെത്തുമ്പോഴുമൊക്കെ എനിക്കറിയാം എൻ്റെ കഴിവ് കൊണ്ടൊന്നും സാധ്യമല്ലെന്ന് എനിക്കറിയാം. ഞാൻ വലിയ താരതമ്യേന കേരളത്തിലെ വൈദികരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കരിസ്മാറ്റിക് രംഗത്ത് പ്രവർത്തിച്ച അച്ഛന്മാരെക്കുറിച്ച് ധ്യാനം ചെയ്യുമ്പോൾ ഞാൻ സീറോ ആയെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ദൈവം എന്നെ ആക്കിയത് കൊണ്ട് തന്നെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ വിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ടുണ്ട്. പരിശുദ്ധയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ചില ബോധ്യങ്ങളാണ് ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചത്, KSTയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, അവിടെ നിത്യാരാധന ചാപ്പൽ എന്നെ എന്നെ സ്വാധീനിച്ചൊരു കാര്യമായിരുന്നു. അതിനു മുൻപ് ഞാൻ എമൗസ് വരുമ്പോൾ പോലും ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് കുർബാന അർപ്പിക്കണമായിരുന്നെങ്കിൽ ഓഡിറ്റോറിയത്തിൽ പോകണമായിരുന്നു. അതിനുശേഷം പ്രോഗ്രാമിന് ശേഷം കുർബാന അർപ്പണം, ഇവിടെ ഒരു ചാപ്പൽ ആവശ്യമാണ് എന്നെൻ്റെ ഒരു ചെയർമാൻ ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ വന്നപ്പോൾ ബോധ്യമായിരുന്നു. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയോ തമ്പുരാൻ അത് ക്രമീകരിച്ച് എമൗസിൽ മനോഹരമായൊരു നിത്യാരാധന ചാപ്പൽ പണിയാൻ വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചു. ആ എമൗസുമായി പ്രമിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ 2-3 തലങ്ങളാണ് ഊന്നൽ കൊടുത്തത്, പ്രാർത്ഥിച്ചത്. ഒന്നാമതായി എമൗസിൻ്റെ പ്രമിസസും, എമൗസ് എന്ന് പറയുന്നത് വരുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറണം. വരുമ്പോൾ തന്നെ അതൊരു അഭിഷേകത്തിൻ്റെ സ്ഥലമായി ഫീൽ ചെയ്യണം. രണ്ടാമതായി പിന്നെ ഞാൻ ചിന്തിച്ചു, പ്രത്യേകിച്ച് രൂപതാ തലങ്ങളിലും സോൺ തലങ്ങളിലുമൊക്കെ നവീകരണ മുന്നേറ്റം കുറച്ചുകൂടി പച്ച പിടിച്ച് മറ്റുള്ളവർക്ക് സ്വാധീനം, ഒരു ചെറിയ വിഭാഗം ആളുകളുടെ മാത്രം പോരാ, സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറ്റുവാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ 2-3 ചിന്തകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതും മുൻപോട്ട് പോകാൻ ശ്രമിച്ചതും. വിശുദ്ധ കുർബാനയിൽ ഒത്തുചേർന്നുള്ള അനുഭവമായിരിക്കണം നവീകരണത്തിൻ്റെ ശൈലി എന്നതിൽ നരുതൂക്കിലച്ചൻ ഏറെ ശ്രദ്ധിച്ചു. അതിനായി എമ്മാവൂസിൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായ ചാപ്പലും പണിതീർത്തു. ഓരോ സുവിശേഷ ശുശ്രൂഷകനും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രയോ വലുതെന്ന് അച്ഛൻ പങ്കുവച്ചു. അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് തന്നെ പ്രവേശിച്ചപ്പോൾ അച്ഛൻ ഈ അനുഗ്രഹമാകണമെന്ന്. തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അച്ഛനൊരു സ്നേഹിക്കുന്ന അച്ഛനാണ് എന്ന്, അച്ഛനൊരു കൂട്ടുകാരനാണ്. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലെ അച്ഛനെ പരിചയമുള്ള ആളുകൾക്ക് നരുതൂക്കിലച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയിട്ടുള്ളത് അച്ഛനൊരു കൂട്ടുകാരനെന്നാണ്. കാരണം അച്ഛൻ ആളുകളുടെ തോളെ കൈയിടുന്നു, എടാവേ വാടാവേ എന്നൊക്കെയുള്ള പദങ്ങൾ മനുഷ്യരുമായിട്ട് അച്ഛൻ ഉപയോഗിക്കുന്നു. അച്ഛൻ ആളുകൾക്ക് വളരെ അങ്ങോട്ട് സ്വീകാര്യനാകുന്നു. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിൽ ആവശ്യം ഇത്തരം വൈദികരെ തന്നെയാണ്. അച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛൻ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്, പലർക്കും അനുഗ്രഹമായിട്ടുണ്ട്. എന്തായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു ഹൃദ്യതയുടെ ഒരു ബന്ധം, ഹൃദ്യമായ ബന്ധം, അതുമൊക്കെ അച്ഛൻ ഈ ഒരു പ്രാർത്ഥനയുടെ തലം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ആവാൻ കഴിയില്ല. കാരണം KST ചെയർമാൻ എന്ന് പറയുന്നത് വലിയൊരു ഔദ്യോഗിക പദവി തന്നെയാണ്. പക്ഷേ ആ തലത്തിൽ ഇരിക്കുമ്പോൾ പോലും അച്ഛൻ കേരളത്തിലെ ഒത്തിരി മനുഷ്യർക്ക് സ്വീകാര്യനായ ഒരു കൂട്ടുകാരനായിരുന്നു. എന്തായിരിക്കും അച്ഛനെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം? ഞാൻ ചിന്തിച്ചത് ഇപ്രകാരം, ആ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, കരിസ്മാറ്റിക് ശൈലി ഇതിനെ വന്നത് തീർച്ചയായിട്ടും ആത്മായ മുന്നേറ്റമായിട്ടാണ് വന്നത്. അമേരിക്കയിലെ പീറ്റ്സ്ബർഗ് രൂപതയിൽ ആരംഭിച്ചു. ശേഷം കേരളത്തിൽ വന്നപ്പോഴും അതിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചതും ഒരുപാട് ത്യാഗമെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിനെ വളർത്താൻ ശ്രമിച്ചതും ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള വൈദികരുടെ ഭാഗത്തുനിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ അല്പം എതിർപ്പ് വന്നിട്ട് പോലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആത്മായ സഹോദരങ്ങളാണ്. മാത്രമല്ല എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ ചിന്തിച്ച പ്രകാരമാണ്, ഒരു 2ാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് വരെ ഒരു ഹൈറാർക്കിയും ഒരു ആത്മായ ദൗത്യവും തമ്മിൽ ഒരു വലിയൊരു വിദഗ്ധത ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 2ാം വത്തിക്കാനത്തിന് ശേഷം പിതാക്കന്മാർ പങ്കുവച്ചത് ഒരുമിച്ച് സഭയെ പടുത്തുയർത്താനുള്ളവരാണ് ആത്മായരും അതുപോലെ തന്നെ വൈദികരും മെത്രാന്മാരും എന്ന ആ ഒരു ചിന്ത, കാഴ്ചപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ട്. അത് തീർച്ചയായിട്ടും കരിസ്മാറ്റിക് ശൈലിയിലേക്ക് വന്നതിന് ശേഷം കിട്ടിയ ഒരു ബോധ്യം തന്നെയാണ്. ഒപ്പം ഞാൻ പറഞ്ഞ അത് ഇന്ന് കരിസ്മാറ്റിക്കിൻ്റെ ഔദ്യോഗിക സ്ഥാനം കഴിഞ്ഞ് എൻ്റെ ഇടവക തലത്തിലേക്ക് വരുമ്പോഴും ഇടവകയിലെ പൊതുയോഗമായിട്ടും ഇടവകയിലെ കൈക്കാരന്മാരായിട്ടും ഇടവയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെ കൂടിയാണ് ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ അവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ടൊക്കെ തീരുമാനമെടുക്കാനും അങ്ങനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള അതെനിക്ക് ഒരിക്കലും നഷ്ടം വരുത്തിയിട്ടില്ല, മറിച്ച് ലാഭമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഈ ഊഷ്മളമായ ബന്ധം എനിക്ക് എപ്പോഴും ലാഭത്തിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അച്ഛന് ലാഭം ഉണ്ടായി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ഊഷ്മള ബന്ധം അനേകം അൽമായർക്ക് ലാഭകരമായിട്ടുണ്ട്. കാരണം
അച്ഛൻ തോളെ കൈയിട്ടതും അച്ഛൻ ഒരു ഔദ്യോഗികതയും ഇല്ലാതെ എന്നടാവെന്ന് ചോദിക്കും. അതൊക്കെ ഒരു ധാരാളം ആത്മായർക്ക് അത് ലാഭകരമായിട്ടുണ്ട്. കാരണം അവർക്ക് സ്നേഹം ലഭിച്ചു, പരിഗണന ലഭിച്ചു, ഊഷ്മളമായ ഒരു ചൂട് ലഭിച്ചു. അതൊക്കെ ഒത്തിരി പേരെ വളർത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു സാധാരണഗതിയിൽ വൈദികരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണല്ലോ വിശുദ്ധ കുർബാന. എല്ലാവരുടെയും അതെ, എല്ലാ കത്തോലിക്കരുടെയും അതെ. എങ്കിൽ പോലും ഒരു ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാന തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഈ പറയുന്ന മുറിയപ്പെടലും, അച്ഛൻ ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്. ഇടവകയിലാണെങ്കിലും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ ധാരാളം സമയം ചെലവഴിച്ച് ശരിക്കും മുറിയുന്നയാളാണ് അച്ഛൻ. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തെ ഈ വിശുദ്ധ കുർബാന എത്രത്തോളം ഒരു ഫോർമേഷൻ, അച്ഛനൊരു മുറിയപ്പെടുന്ന ആളായി തീരാൻ വേണ്ടി അച്ഛനെ എത്രത്തോളം വിശുദ്ധ കുർബാന സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നതും എൻ്റെ മാതൃക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൾത്താരമേശയിലെ തമ്പുരാൻ്റെ മുറിക്കപ്പെടുന്ന അപ്പമാണ്. രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതിനു മുൻപ് എൻ്റെ ഇടവകയിലായിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയും ജപമാലയും നടത്തുന്നു. കുർബാനയ്ക്ക് തൊട്ടുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ബലി അർപ്പിക്കുമ്പോഴാണ് ശരി, ഐ ഫീൽ ഇറ്റ്, ഞാനത് എൻജോയ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതവും ഒരു ക്രിസ്തു കേന്ദ്രീകൃതമാകാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ ജനത്തിന്, ഞാനുമായി ഇടപെടുന്ന വ്യക്തിക്ക് എൻ്റെ ജീവിതം ഒരു മുറിക്കപ്പെടുന്ന ഒരു അപ്പം പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ത്യാഗമെടുത്താലും അല്പം എനിക്ക് വേദന തോന്നിയാലും ശരി, എൻ്റെ പരമാവധി മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം കൂടി ഇതുപോലെ തമ്പുരാനെ പോലെ, അങ്ങനെ നമുക്ക് പറ്റില്ല എങ്കിൽ പോലും ഞാൻ ആ മാതൃക സ്വീകരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം, സമയം, എൻ്റെ കഴിവുകൾ, എൻ്റെ ആരോഗ്യം അവയെല്ലാം പരമാവധി പങ്കുവയ്ക്കാനും മുറിക്കപ്പെടാനും ഒക്കെ ഞാൻ ഒരു തീരുമാനമെടുത്തു. വിശുദ്ധ കുർബാന അച്ഛന് ഘടകമാണ്, പ്രേരക ഘടകമാണ്. ശക്തിയും ഓജസ്സും അത് തന്നെയാണ് തീർച്ചയായിട്ടും. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്ത്വന ഗീതം ഓരോ സുവിശേഷ ശുശ്രൂഷകന്റെയും ഹൃദയതാളമാകണം. ആത്മാക്കൾക്കായുള്ള സ്വർഗത്തിൻ്റെ വേദന നെഞ്ചിൽ ഒരു നീറ്റലായി മാറണം. ഈ വേദനയാകണം തളരാത്ത വേലയ്ക്കായുള്ള നമ്മുടെ ആത്മശക്തി എന്ന് തിരിച്ചറിയുക. ഇന്ന് ഓരോ സക്രാരിയും നമ്മെ വിളിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്കായി. താഴ്വാരങ്ങൾ തേടിപ്പോയ നല്ല ഇടയൻ്റെ സ്വരവുമായി ലോകമെങ്ങും സഞ്ചരിക്കാൻ. അച്ഛൻ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അച്ഛൻ തളരാത്ത ഒരു വൈദികനായിട്ടാണ്. എന്നും അച്ഛൻ്റെ മുഖം അങ്ങനെ തന്നെയാണ്. അച്ഛൻ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അച്ഛൻ അതിനെ ഓവർകം, അഭിമുഖീകരിക്കും. എങ്ങനെയാണ് അച്ഛൻ പ്രതിസന്ധികളെ അച്ഛൻ നേരിടുന്നത്? എങ്ങനെയാണ്? എൻ്റെ ബോധ്യം ഇതാണ്. ഒരു ഭാഗത്ത് പ്രതിസന്ധി തരുമ്പോൾ ഞാനതിനെ പ്രാർത്ഥനാപൂർവ്വം നേരിടുമ്പോൾ മറുഭാഗത്ത് തമ്പുരാൻ എഴുതുവാൻ ഉയർത്തിയതിൻ്റെ ചരിത്രം എനിക്കുണ്ട്. അച്ഛനായിൻ്റെ 2 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാനിന്ന് പങ്കുവച്ചോട്ടെ. തൊടുപുഴ ടൗൺ പള്ളിയിൽ ഞാൻ അസിസ്റ്റന്റ് വികാരിയാണ്. ആ സമയത്തൊരു വലിയ കൺവെൻഷൻ, അന്ന് കരിസ്മാറ്റിക്കിനെ കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കില്ല, ലോകത്തിലില്ല. അന്ന് നാക്യാമറമ്പലച്ചന് വന്നൊരു വലിയ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുകയാണ്. ഏകദേശം 10,000 പേർ അവിടെ നടക്കുന്നു. സായന കൺവെൻഷന്. വോളണ്ടിയേഴ്സിനെ കുറിച്ചോ വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിന് ട്രെയിനിങ് കിട്ടില്ല. അച്ഛനായിട്ട് ഒരു 4 മാസം, അന്ന് കരിസ്മാറ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വോളണ്ടിയേഴ്സ് ക്യാപ്റ്റനായി, എന്നെ അവിടെ അസിസ്റ്റന്റ് വികാരി എന്നാക്കി. പക്ഷേ അവിടെ നടന്ന ഒരു ചില അസ്വസ്ഥതകൾ മൂലം വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ നിലയിൽ ഞാൻ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. കോടതിയിൽ ഞാൻ കയറേണ്ടി വന്നു സാക്ഷി പറയാൻ വേണ്ടി. ഞാൻ അപമാനിക്കപ്പെട്ടു. സമൂഹ മധ്യത്തിൽ ഇല്ലാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിച്ചു. അങ്ങനെ ആദ്യത്തെ കരിസ്മാറ്റിക് അനുഭവം അതായിരുന്നു. പക്ഷേ ആ അനുഭവം അങ്ങനെ വന്നിട്ട് പോലും എനിക്ക് കരിസ്മാറ്റിക്കിനോടൊരു എതിർപ്പോ വിഷമോ തോന്നിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ അങ്ങക്കൊരു പദ്ധതി ഉണ്ടല്ലോ. ഞാൻ പറയും, ഒരു ഭാഗത്ത് എനിക്ക് അങ്ങനെ കരിസ്മാറ്റിക് തലത്തിൽ ഒരു ഷോക്കോ അല്ലെങ്കിൽ ഒരു വിഷമോ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് തമ്പുരാൻ എന്നെ സാവധാനം എടുത്ത് ഉയർത്തിയതിൻ്റെ ചരിത്രം എനിക്കുള്ളത്. തൊടുപുഴ ആ അനുഭവം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കരിമണ്ണൂർക്ക് വന്നു. അവിടെ വെച്ച് ഞാൻ കരിസ്മാറ്റിക് ഗ്രൂപ്പായിട്ട് പയ്യെ ഇടപെടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വാഴത്തോപ്പിൽ വന്നു. വാഴത്തോപ്പിൽ അവിടുത്തെ ഗ്രൂപ്പുമായിട്ട് ഇടപെട്ട് അവിടുത്തെ യുവജനങ്ങളുമായിട്ട് ഇടപെട്ട് ഞാൻ മുൻപോട്ടാൻ ശ്രമിച്ചു. അങ്ങനെ സ്ലോലി കരിസ്മാറ്റിക് നവീകരണം എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷത്തിന് കാരണമായി തീർന്നു, എൻ്റെ ഒരു ആവേശമായി തീർന്നു. ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ കീരത്തോട് 7 വർഷം അവിടെ വികാരിയായിരുന്നു പള്ളി പണിതിട്ട് അതൊന്ന് വെഞ്ചരിച്ച് ഒരു കുർബാന പോലും അർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ അവിടെ സ്ഥലം മാറ്റിയത് എനിക്ക് ഷോക്കാണ്. എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എൻ്റെ ഇടവജനത്തിൽ ഇന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നെ സ്ഥലം മാറ്റിയത് കോതം രൂപത്തിൽ കരിസ്മാറ്റിക് ഡയറക്ടർ സ്ഥാനത്തേക്കാണ്. അതൊരു പ്രൊമോഷൻ ആയിരുന്നു. ഒരു ഭാഗത്ത് എനിക്കൊരു മുറിവുണ്ടായപ്പോൾ തമ്പുരാൻ എന്നെ എടുത്തുയർത്തുകയായിരുന്നു.
അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കേസ്റ്റ് തലത്തിൽ വരുമ്പോൾ ആ അവസ്ഥ എത്തുമ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് എനിക്കൊരു വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ മാനസികമായ സംഘർഷങ്ങളോ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും മറുഭാഗത്ത് വളരെ മനോഹരമായിട്ട് തമ്പുരാനെ എടുത്തുയർത്തുന്നതായിട്ടൊരു അനുഭവം എനിക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് അറിയാം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഇടവകയിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ടായാൽ പോലും തമ്പുരാൻ ഒരു കൃത്യമായൊരു പദ്ധതിയിലൂടെ എന്നെ കൊണ്ടുപോകും. അവിടെ ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരിക്കലും നഷ്ടം വരാൻ തമ്പുരാൻ അനുവദിക്കില്ല, എന്നെ അപമാനിക്കാൻ കർത്താവ് അനുവദിക്കില്ല. മറിച്ച് ആ പ്രതിസന്ധിയിലൂടെ കർത്താവിനെ എടുത്തുയർത്തുമെന്നും ഒരു ലാഭത്തിൻ്റെ അനുഭവം, ലാഭം മനസ്സിൽ ഭൗതികതയല്ല, ഒരു ആത്മീയ ലാഭത്തിലേക്ക് തമ്പുരാനെ കൊണ്ടുപോകുന്ന എനിക്ക് വിശ്വാസമുള്ളത് ഉണ്ടാകുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കീരത്തോട് പള്ളിയിലെ വികാരി എന്ന കാലഘട്ടത്തിൽ അവിടെ വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ പള്ളിയകത്ത് വീട് മരിച്ചു. അത് പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ അത് അഭിനന്ദ പിതാവ് എനിക്ക് തന്ന സ്ഥലമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ചിന്തന മനസ്സിൽ വന്നു. ഞാൻ കരഞ്ഞു പോയി സത്യത്തിൽ. അതിനുശേഷം ഒരു വർഷത്തേക്ക് ഈ കരിസ്മാറ്റിക് നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു വർഷത്തേക്ക് ലീവ് എഴുതി അഭിനന്ദ പുന്നക്കുട്ടി പിതാവിന് മുമ്പിൽ കൊടുക്കുക ഞാൻ തയ്യാറായി ചെന്നതാണ്. അവിടെ എന്നെ സ്ഥലം മാറ്റി രൂപതയിലേക്ക് എന്നെ അലമാരയിൽ കൊണ്ടുവാക്കി. പക്ഷേ അതിനുശേഷം ഞാൻ ധ്യാനിക്കാൻ പോയി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് എനിക്കുണ്ടായ ബോധ്യം മറ്റൊന്നായിരുന്നു. ഞാൻ പിതാവിന് മുമ്പിൽ മുട്ടുകുത്തി സോറി ചോദിച്ചു, പിതാവിനെ ആശീർവദിച്ചു, ഒരു ബൈബിൾ എടുത്ത് കൈ തന്നു, അന്യ സ്നേഹത്തോടെ സ്വീകരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ബൈബിൾ താഴെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം എന്നെ എടുത്ത് ഉയർത്തുകയായിരുന്നു. തീർച്ചയായിട്ടും അച്ഛാ, ഒരു കാര്യം കൂടി, അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ വന്ന ആ കാലം മുതൽ ഇന്ന് വരെ അച്ഛൻ വളരെ കമ്മിറ്റ്മെൻറ്റ് കാണിച്ച ഒരാളാണ്. അച്ഛനെ ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. അച്ഛനിപ്പോൾ ഇപ്പോൾ അച്ഛൻ ഇടുക്കി രൂപതയിലാണ്. അച്ഛന് പ്രത്യേകിച്ച് വലിയ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളൊന്നും കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇടുക്കി രൂപതയിലെ എന്ത് കരിസ്മാറ്റിക് കൂട്ടായ്മകളിലും നരിതൂക്കലച്ഛൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. എന്താണ് അച്ഛൻ ഇത് വിട്ടുപോകാതെ, കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്നും വിട്ടുപോകാതെ അച്ഛൻ ഇപ്പോഴും ഒരു കരിസ്മാറ്റിക്കാണ് ഞാൻ എന്ന് സ്വയം പറയുകയും അത് ഞങ്ങൾക്ക് അനേക അൽമായർക്ക് തോന്നുകയും ചെയ്യുമാറ് അച്ഛൻ എന്താണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ തുടരുന്നതിൻ്റെ കാരണം? ഷാജി, ഞാൻ സൂചിപ്പിച്ചു, കരിസ്മാറ്റിക് ഞാൻ വന്നത് ഒരിക്കലും ഒരു ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ടല്ല. അകലെ നിന്നും അടുത്തു നിന്നും കരിസ്മാറ്റിക് ഞാൻ നോക്കിക്കണ്ടു. അത് തീർച്ചയായിട്ടും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിനും എൻ്റെ അജപാല ദൗത്യത്തിനും അത് എനിക്ക് ഒരുപാട് സഹായമാണെന്ന് എനിക്ക് ബോധ്യമായി. ഒരുപാട് പ്രാർത്ഥിക്കുവാനും ഒരുപാട് വളരുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് തീർച്ചയായും ഞാൻ പറയും അതിൻ്റെ പിറകിലുള്ളൊരു വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ശൈലി എനിക്ക് കിട്ടിയ ബോധ്യമാണ്. പ്രത്യേകിച്ച് അൽമായ സഹോദരങ്ങളുടെ പ്രോത്സാഹനം, ആ ഒരു ബന്ധം ഞാൻ സൂചിപ്പിച്ചു. കരിസ്മാറ്റിക് ആയതുകൊണ്ട് എനിക്കൊരിക്കലും നഷ്ടമുണ്ടായിട്ടില്ല, ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വീണ്ടും പറയും അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ വിട്ടുപോകാൻ എനിക്കൊരിക്കലും ഔദ്യോഗികതയെന്ന് എനിക്ക് പ്രശ്നമല്ല. ബട്ട് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷകൾ അതിൻ്റെ പരമാവധി നന്നായി ചെയ്യാൻ ഞാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായി എന്ന് പറയാനാകില്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറയാനാകൂ. തീർച്ചയായിട്ടും അച്ഛാ, കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള അൽമായരെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈദികരെയും തന്നെയുമാണ്. കാരണം ഇതൊരു നമ്മൾ പറയുന്നത് പോലെ ഇതൊരു സ്പെഷ്യൽ കോളായിട്ട് എടുത്തുകൊണ്ട്, ഒരു പ്രത്യേക വിളിയായിട്ട് എടുത്തുകൊണ്ട് നവീകരണത്തിന് വേണ്ടി ആജീവനാന്തം സമർപ്പിക്കുന്ന ആളുകളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതായത് അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവങ്ങൾ ഞങ്ങൾക്കേറെ പ്രചോദനാത്മകമായി. അച്ഛൻ നവീകരണത്തോട് കാണിക്കുന്ന ഈ ഒരു ആവേശം, അച്ഛൻ്റെ വാക്കുകൾ തന്നെയാണ്. അച്ഛൻ നവീകരണത്തോട് കാണിക്കുന്ന ആവേശം അത് വെറും വാക്കല്ല, അങ്ങനെയാണ് അച്ഛനെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അച്ഛനെ കരിസ്മാറ്റിക് നവീകരണം ഒരു ആവേശമാണ്. ഇത് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനാത്മകമാണ്. അച്ഛൻ്റെ വിലയേറിയ ഈ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടുതൽ ആഴത്തിലുള്ള ദൈവാനുഭവങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നവീകരണത്തിൻ്റെ പുത്തൻ ആകാശങ്ങൾ തേടിപ്പറക്കുവാൻ, പുതിയ തീരങ്ങളിലേക്ക് ചേക്കേറുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. പുതിയ കാലഘട്ടത്തിനു വേണ്ട പുത്തൻ അഭിഷേകവുമായി ദൈവം നമ്മെ നവീകരിക്കുന്നു. ലോകം മുഴുവൻ തൻ്റെ പുത്രനെ അറിയുക എന്നതിനാൽ അമ്മയും നമുക്കു വേണ്ടി സ്വർഗത്തിൽ സംസാരിക്കുന്നു. വലിയ മുക്കുവൻ്റെ സ്വരം ഇന്നും മുഴങ്ങുന്നു. വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വരൂ, ഞാൻ നിങ്ങളെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ നേടുന്നവരാക്കാം. വചനം ഏകുവാനൊരു സാക്ഷ്യം
പോകാം, ഞാൻ നിനക്കായി പോകാം. ആകുവാൻ നിൻ വചനം ഏകുവാനും സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ